ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. ജയറാമനോട് ദേവി പറയുകയാണ്, മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഓർക്കാനും ആഗ്രഹിക്കുന്നില്ല. നമ്മളെ വിഷമിപ്പിക്കുന്ന ഒന്നും നമ്മൾ ആലോചിക്കാനേ പാടില്ല. അതാ അതിൻ്റെ ശരി. ദേ, ഇത് തലവേദനയുടെ ഗുളികയാണ്. ശക്തമായ തലവേദനയാണെങ്കിൽ മാത്രം കഴിക്കാൻ പറഞ്ഞുകൊണ്ട് ദേവി മുറിയിൽ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മൈഥിലിയാണ്. ദേഷ്യത്തോടെ നിൽക്കുന്ന മൈഥിലിയുടെ അടുത്തേക്ക് വൈശാഖ് വരികയാണ്. തുടർന്ന് മൈഥിലി ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, നീ ആരോട് ചോദിച്ചിട്ടാ അയാളോട് ഞാൻ ജോലിക്ക് വരാമെന്ന് സമ്മതിച്ചത്? എന്റെ അനുവാദമില്ലാതെ എന്നെ ജോലിക്ക് അയക്കാൻ നിനക്ക് എന്താ അധികാരമുള്ളത് എന്നൊക്കെ മൈഥിലി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ വൈശാഖ് പറയുകയാണ്, അത് പിന്നെ ഞാൻ ജോലിക്ക് പോയാൽ നീ ഇവിടെ തനിച്ചാകില്ല. അതുകൊണ്ടാ നീ ജോലിക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സമ്മതം പറഞ്ഞതും. പിന്നെ രണ്ടുപേരുടെയും കൂടി ശമ്പളമുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ജീവിക്കുകയും ചെയ്യാമല്ലോ എന്ന് വൈശാഖ് പറയുമ്പോൾ മൈഥിലി പറയുകയാണ്, ഇപ്പോൾ എൻ്റെ ഗോൾഡ് വിറ്റ പൈസ ഇല്ലേ നമ്മുടെ കയ്യിൽ? അയാൾ ഒരു പെശക് മനുഷ്യനാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. അയാളെ ഒരു കുറുക്കനാണ്. ഇത് കേൾക്കുന്ന വൈശാഖ് പറയുകയാണ്, എടി, അയാൾക്ക് നിന്റെ അച്ഛൻ്റെ പ്രായമുണ്ട്. അച്ഛൻ്റെ പ്രായമുള്ള എല്ലാവരും എന്താ എല്ലാ സ്ത്രീകളോടും മകളോടും എന്ന പോലെയാണോ പെരുമാറുന്നത്? നീ എന്താ ഇപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ മൈഥിലി പറയുകയാണ്, നിന്റെ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ കാർത്തി ആയിരുന്നെങ്കിലേ ഇങ്ങനെ ഒരു തീരുമാനമേ എടുക്കില്ലായിരുന്നു. അപ്പോൾ അത് ശരി, ഞാനിതേ പല പ്രാവശ്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ മനസ്സിൽ നിന്നിപ്പോഴും കാർത്തി ഇറങ്ങിപ്പോയിട്ടില്ലല്ലേ? കാർത്തിക്കിനെ ഇറക്കി വിട്ടിട്ടാണല്ലോ ഞാൻ നിന്റെ പിന്നാലെ വന്നത്. ഞാൻ പറഞ്ഞതേ കാർത്തിക്കും നീയും തമ്മിലുള്ള വ്യത്യാസമാണ്. അതെ, അത് തന്നെയാ ഞാനും പറഞ്ഞത്. നീ പറഞ്ഞു വരുന്നത് എന്നെക്കാൾ വലിയ മഹാനാണ് അവനെന്നല്ലേ എന്ന് വൈശാഖ് ചോദിക്കുന്നു. ഒരു സ്ത്രീക്ക് കിട്ടേണ്ട സുരക്ഷിതത്വമൊന്നും എനിക്ക് നിന്നിൽ നിന്നും കിട്ടുന്നില്ല, അതാ ഞാൻ പറഞ്ഞത്. മൈഥിലി, നിന്റെ നോട്ടത്തില് നീ കാണുന്ന മനുഷ്യന്മാരെല്ലാവരും ചീത്ത ആൾക്കാരാണ്. നീ എല്ലാവരെയും സംശയദൃഷ്ടിയോടെയാണ് നോക്കുകയും ചെയ്യുന്നത്. ചെമ്പകമംഗലത്തുനിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് കേൾക്കാൻ തുടങ്ങിയ പേരാ ഈ കാർത്തിക്കിന്റെ. അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ എന്റെ പിന്നാലെ വന്നത്? നീ പ്രസവിച്ച നിന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് നീ എന്തിനാ എന്റെ കൂടെ വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോടെ വൈശാഖ് അവിടുന്ന് പോകുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് മൈഥിലി. അതേസമയം വീടിന്റെ പുറത്തേക്ക് വരുന്ന സ്വാമിനാഥൻ വൈശാഖ് പുറത്തേക്ക് പോകുന്നത് കാണുകയാണ്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. സാവിത്രി പറയുകയാണ്, എങ്ങനെയെങ്കിലും ആ പൂജ നടത്താൻ ഇവരെ കൊണ്ടെല്ലാം സമ്മതിപ്പിക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് സാവിത്രി രാമന്റെ അടുത്തേക്ക് ഇരിക്കുകയാണ്. രാമേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മയെ ഒരു ജോത്സ്യനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ജോത്സ്യനെ പ്രശ്നത്തിന്റെ വിധിയായി പറഞ്ഞത് എല്ലാവരും കൂടി എന്തോ പൂജ ചെയ്താൽ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നാ. അമ്മയ്ക്കാണെങ്കിൽ ആ പൂജ നടത്താൻ ഒട്ടും താല്പര്യമില്ലെന്ന് സാവിത്രി പറയുമ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞോ എന്ന് രാമൻ ചോദിക്കുന്നു. രാമേട്ടാ, രാമേട്ടൻ തന്നെ അമ്മയോട് ഈ കാര്യം പറയണം. ഈ പൂജ നടത്തിയില്ലെങ്കിൽ പ്രശ്നമെല്ലാം വരാൻ പോകുന്നത് എനിക്കാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, കാർത്തിയും മീനാക്ഷിയും കൂടി വേണം ഈ പൂജ ചെയ്യാൻ. മീനാക്ഷിയുമായിട്ട് പൂജ ചെയ്യാൻ അവൻ ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷേ രാമേട്ടൻ പറഞ്ഞാൽ അവൻ സമ്മതിക്കും. എങ്ങനെയെങ്കിലും രാമേട്ടൻ അവനെ കൊണ്ട് ഈ കാര്യം സമ്മതിപ്പിക്കണം. ഇത് കേൾക്കുന്ന രാമൻ പറയുകയാണ്, അപ്പോ നിനക്ക് ദോഷം വരും എന്നുള്ളത് കൊണ്ടാണ് നീ പൂജ നടത്താനായിട്ട് മുന്നിൽ തന്നെ നിൽക്കുന്നത്. സംഗതി ഇപ്പോഴല്ലേ മനസ്സിലായത്? എന്താണെങ്കിലും ഞാൻ അവനോട് സംസാരിച്ചു നോക്കാം. പിന്നീട് കാണിക്കുന്നത് കാർത്തിയുടെ അടുത്തേക്ക് രാമഭദ്രനും സാവിത്രിയും കൂടി ചെല്ലുന്നതാണ്. തുടർന്ന് രാമഭദ്രൻ പറയുകയാണ്, കാർത്തി, നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് കേട്ട് നീ പൊട്ടിത്തെറിക്കാനൊന്നും നിൽക്കരുത്. ആദ്യം നിങ്ങൾ കാര്യം പറ, എന്നിട്ട് ആലോചിക്കാമെന്ന് കാർത്തി പറയുന്നു. തുടർന്ന് രാമഭദ്രൻ പറയുകയാണ്, മോനെ, ഈ തറവാടിന് ഒരു ദോഷമുണ്ടത്രേ. അതില് പ്രശ്നവിധി പറയാനായിട്ട് ഒരു ജ്യോത്സ്യം വന്നിട്ടുണ്ടായിരുന്നു. ഒരു പൂജ നടത്തണമെന്ന തിരുമേനി പറഞ്ഞത്. അതിനെന്താ, നടത്തട്ടെ എന്ന് കാർത്തി പറയുമ്പോ രാമഭദ്രൻ പറയുകയാണ്, അത് പിന്നെ നീയും മീനാക്ഷിയും കൂടി വേണം ആ പൂജ ചെയ്യാൻ. ഇത് കേൾക്കുന്ന കാർത്തി ദേഷ്യത്തോടെ പറയുകയാണ്, അത് ഈ ജന്മത്തെ നടക്കാനേ പോകുന്നില്ല. മോനെ കാർത്തി, അച്ഛൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ ഞങ്ങൾ പറയുന്നത്. നീ ഇങ്ങനെ ഏതു നേരവും ആ മൈഥിലിയെ ഓർത്തിരുന്നിട്ട് ഒരു കാര്യവുമില്ല. നിന്നെ ഉപേക്ഷിച്ച് മറ്റൊരുത്തന്റെ കൂടെ പോയവളാണ് അവള്. നിനക്ക് അനുയോജ്യ ഒരു പെൺകുട്ടിയെ നിനക്കിപ്പോ കിട്ടിയില്ലേ എന്ന് രാമഭദ്രൻ പറയുമ്പോ കാർത്തി പറയുകയാണ്, ആരാ പറഞ്ഞത് അവൾ എനിക്ക് ചേർന്നതാണെന്ന്? ഇത് കേൾക്കുന്ന സാവിത്രി പറയുകയാണ്, അതെ, നിന്റെ ആദ്യ ഭാര്യ ഒളിച്ചോടി പോയെന്നറിഞ്ഞാലേ നിനക്ക് വേറെ ആരും പെണ്ണ് തരാനേ പോകുന്നില്ല. തുടർന്ന് രാമഭദ്രൻ പറയുകയാണ്, നീയെ മീനാക്ഷി സ്നേഹിച്ച് മീനാക്ഷിയുടെ കൂടെ ജീവിക്കാൻ നോക്ക്. അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് മീനാക്ഷി അവിടെ നിൽക്കുകയാണ്. ആ DGPയുടെ മുന്നിൽ മീനാക്ഷി കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്തായേനെ?
അതുകൊണ്ട് നീ ഇപ്പോൾ പൂജയ്ക്ക് സമ്മതിക്കാൻ നോക്ക്. തുടർന്ന് കാർത്തി പറയുകയാണ്, ശരി, ഞാൻ മീനാക്ഷിക്കൊപ്പം പൂജ ചെയ്യാം. ഈ പൂജ സമയത്ത് മാത്രം ഞാൻ അവളെ എൻ്റെ ഭാര്യയായി കാണുകയും ചെയ്യാം. അതിനുശേഷം വീണ്ടും അവൾ എൻ്റെ ശത്രുവാണെന്ന് കാർത്തി പറയുമ്പോൾ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മീനാക്ഷി. അതേസമയം ദേഷ്യത്തോടെ സാവിത്രി പറയുകയാണ്, ശത്രു ആക്കിയില്ലെങ്കിൽ എനിക്കറിയാലോ ആക്കാൻ. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജയാണ്. എന്നാലും മീനാക്ഷി മറുകണ്ഠം ചാടുമെന്ന് ഞാൻ കരുതിയതേയില്ല. അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ എന്താ ഒരു വഴി? ആ സാവിത്രിയെ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രജ സാവിത്രിയെ വിളിക്കുന്നു. എന്തുണ്ട് സാവിത്രി, അവിടുത്തെ വിശേഷങ്ങളെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു പൂജ നടക്കാൻ പോവുകയാണെന്ന് സാവിത്രി പറയുന്നു. എന്നിട്ട് സാവിത്രി മനസ്സിൽ പറയുകയാണ്, എൻ്റെ കാര്യം എന്താണെങ്കിലും ഇവളോട് പറയണ്ട. അല്ല, എന്തിൻ്റെ പൂജയാണെന്ന് ഇന്ദ്രജ ചോദിക്കുമ്പോൾ അതെന്തോ ദോഷ നിവാരണ പൂജയാണെന്നും കാർത്തിയും മീനാക്ഷിയും കൂടി ഒരേ മനസ്സ് വെച്ചാണ് പൂജ ചെയ്യേണ്ടതെന്നുമൊക്കെ സാവിത്രി പറയുന്നു. അല്ല, എന്നിട്ട് സാവിത്രി സമ്മതിച്ചോ എന്ന് ഇന്ദ്രജ ചോദിക്കുമ്പോൾ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പുകയല്ലേ എന്ന് പറയുകയാണ് സാവിത്രി. പെട്ടെന്ന് തന്നെ സാവിത്രി കോള് കട്ട് ചെയ്യുകയാണ്. എന്തെങ്കിലും കാര്യം ഇവളോട് പറയരുതെന്ന് വിചാരിച്ചാൽ ഇവളങ്ങ് ഹിപ്നോട്ടൈസ് ചെയ്ത് കളയും എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് സാവിത്രി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.